CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് സമ്മർദ്ദമേറുന്നു. അഴിമതിക്ക് പ്രതിരോധമൊരുക്കുന്നതിൽ CPM-ൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയാണ്. മകൾ പ്രതിയാക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്ന വിമർശനം ശക്തമാണ്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ പിണറായിയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഷേധ പരിപാടികളാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, വലിയ പ്രതിരോധത്തിലോ പിണറായി വിജയൻ? അങ്ങനെ തന്നെ പറയേണ്ടി വരും കൃഷ്ണരാജ്. കാരണം സമാനതകളില്ലാത്തൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ SFIO സ്വന്തം മകളെ പ്രതിയാക്കിയതോടുകൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വലിയ പ്രതിരോധം CPM ഒരുക്കിയിരുന്നു. തൻ്റെ മടിയിൽ കനമില്ലെന്നും താൻ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുന്നതും ഒക്കെ മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ രാജ്യത്തെ 3 പ്രമുഖരായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഒരേ കൺക്ലൂഷനിലെത്തിയിരിക്കുന്നു. മാസപ്പടി നൽകിയിരിക്കുന്നു. അത് ആർക്ക് വേണ്ടിയാണ് നൽകിയതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് വീണ തൈക്കിണ്ടലിനെ പ്രതിയാക്കി SFIO കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണം കൂടിയാണ് തെളിയിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ അത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മരുമകനും മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിനും സമ്മാനിക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ആരോപണങ്ങളെ അങ്ങനെ ചിരിച്ചു തള്ളാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്നുള്ളത്. ഇതിൽ ഈ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ടെന്നാണ് CPM-ൽ ഒരു വിഭാഗം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം മുൻപ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നുള്ളതായിരുന്നു CPM-ന്റെ ഒരു പ്രഖ്യാപിത നയവും നിലപാടുകളുമൊക്കെ. ഇപ്പോൾ നമ്മൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ചിലർക്കെതിരെ സോളാർ കേസിൽ പ്രതികളായ സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ എന്നിവരെല്ലാം ഉയർത്തിയ ഒരു സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ദേശീയ തലത്തിലും സമാനമായ നിലപാടുകൾ CPM പലപ്പോഴായി സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് CPM പറഞ്ഞ ധാർമ്മിക നിലപാടുകൾ ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്ന സമയത്തെല്ലാം അത് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആന്തരികമായി തന്നെ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം. അതുകൊണ്ട് തന്നെ ഈ മകൾ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം CPM-ൽ ഒരു ഭാഗം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സാഹചര്യത്തിൽ കളങ്കിതനായ മുഖ്യമന്ത്രിക്ക് വീണ്ടും പ്രായപരിധിയിൽ ഇളവ് നൽകി അദ്ദേഹത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പുകൾ നേരിടുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിമർശനം, ഒരു സ്വയം വിമർശനം അല്ലെങ്കിൽ ഒരു ആശങ്ക CPM-ന്റെ ഒരു ഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായി വിരുദ്ധ പക്ഷം, അത് ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ 6-ാം തീയതി പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി 6-ാം തീയതി രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം 7-ാം തീയതിയോ മുഖ്യമന്ത്രി കേരളത്തിലെത്തും. മുഖ്യമന്ത്രി കേരളത്തിലെത്തുന്നതോടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് BJP-യും മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഉയർത്തുന്ന വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും. അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താൻ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം കാണുന്നത് ഒരു വീണുകിട്ടിയ അവസരമായിട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിന് മുൻപ് തന്നെ സർക്കാരിനെ വീണ്ടും വലിയൊരു പ്രതിരോധത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം BJP തന്നെ ഈ SFIയുടെ ഈ കുറ്റപത്രം, അല്ലെങ്കിൽ മകളെ പ്രതിയാക്കി, മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി BJP കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് സംഘർഷഭരിതമായ ഒരു മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമരം, പ്രതിഷേധം, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദവും കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോൾ ആദായനികുതി വകുപ്പാണെങ്കിൽ ശരി, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണെങ്കിൽ ശരി, ROC ആണെങ്കിൽ ശരി, SFIO ആണെങ്കിൽ ശരി, ഈ ഏജൻസികളെല്ലാം കൃത്യമായി ഈ മാസപ്പടി ആരോപണം അത് തെളിയിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് പണം മകൾ കൈപ്പറ്റിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം അത് വരും ദിവസങ്ങളിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൃഷ്ണരാജ്. പ്രജിത്ത്, ഇതിപ്പോൾ പിണറായിയുടെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലമെന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് മുഖ്യമന്ത്രി തീരുമാനിക്കും, അല്ലെങ്കിൽ പിണറായി തീരുമാനിക്കും പാർട്ടിയിലും സർക്കാരിലും കാര്യങ്ങൾ എന്ന്. പക്ഷേ ഈ മകൾ പ്രതിചേർക്കപ്പെട്ടതിലൂടെ മുഖ്യമന്ത്രി ദുർബലനാകുന്നു.
കൃഷ്ണരാജ്, കാരണം നേരത്തെ തന്നെ ഇതിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് കിടക്കുന്ന നിലപാടുകളെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചോദ്യങ്ങളൊക്കെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ CPMന്റെ സമ്മേളന കാലങ്ങളുടെ ആദ്യഘട്ടം ഒന്ന് എടുത്തു നോക്കേണ്ടതുണ്ട്. അത് ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളുമൊക്കെതിരെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് ഭരണത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ചില സമയത്തെങ്കിലും ചില സമ്മേളനങ്ങളെങ്കിലും സൂചിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയ സമയത്ത് ആദ്യമുണ്ടായ വിമർശനങ്ങൾ കാര്യമായി പിന്നീട് ഉണ്ടാകാൻ ഒരു അനുവദിക്കാൻ CPMO മുഖ്യമന്ത്രിയോ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പിണറായി വിജയൻ മുഴുവൻ സമയം ചെലവഴിച്ച് ഒരു തരത്തിലുള്ള ആരോപണവും തനിക്കെതിരെ വരുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പുവരുത്ത സാഹചര്യം ഉണ്ടായി. പിന്നീട് സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴാണ് അതുവരെ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്താൻ കാത്തിരുന്ന അല്ലെങ്കിൽ ശബ്ദമുയർത്താൻ കഴിയാതെ പോയ പിണറായി വിരുദ്ധ പക്ഷം ഈ വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമായി ചർച്ച പാർട്ടിക്കുള്ളിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആന്തരികമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഒരു പിന്തുണ ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള 2 കമ്പനികൾക്കും മുഖ്യമന്ത്രിയും സർക്കാരും ഒരു തരത്തിലുള്ള സഹായം ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി എന്നുള്ള ചോദ്യം പോലും ഉയരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിൽ പ്രാഥമികമായ പരിഗണന പോലും നൽകുന്നില്ല എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിരുദ്ധ പക്ഷം നേരത്തെ തന്നെ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്താൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും അത് കൃത്യമായി ഒതുക്കപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാട് സർക്കാരും പാർട്ടിയും ഒക്കെ സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണമുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആന്തരികമായി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ സജീവമാകാനുള്ള സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു മുൻപ് പാർട്ടിയെ ഒരു കളങ്കരഹിതമായ ഒരു നേതൃത്വത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യങ്ങൾ പോലും ഒരു പക്ഷേ വന്നേക്കാം. അതൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്ന പ്രതിഷേധവും അത് CPMഉം സർക്കാരും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കൂടുതൽ സജീവമായ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ അതെല്ലാം വരും ദിവസങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെ പ്രതിരോധം ഒരുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രി തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചർച്ചകൾ, ഒപ്പം തന്നെയാണ് അത് പാർട്ടി കേഡറുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ചർച്ചയും എല്ലാം വലിയ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇനി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലെത്തുന്നു, പിന്നാലെ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള സമിതികളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കൾ ഈ യോഗങ്ങളിൽ ഉയർത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ അത് നിർണായകമാകും. മുഖ്യമന്ത്രിക്ക് പണ്ടുണ്ടായിരുന്ന ശക്തി പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ അതിനുശേഷം മാത്രമാണ് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുക. ഒരുപക്ഷെ ഈ പാർട്ടി സമ്മേളനത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തെ വീണ്ടും ശക്തരാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനുള്ള ഈ പ്രായപരിധി ഇളവടക്കമുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകി അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെയായിരിക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടുക എന്നുള്ള സൂചനകളും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിലൊക്കെ ഈ പറയുന്ന ഈ പുതിയ അന്വേഷണ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ചാർജ് ഷീറ്റിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും വരുമ്പോൾ അത് നേതാക്കൾ പിണറായി വിരുദ്ധ പക്ഷം എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ അവതരിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാക്കപ്പെട്ട വിഷയത്തിൽ ഉറപ്പായും പ്രതിരോധത്തിന് CPM ശ്രമിക്കുന്നുണ്ടാകും. പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജിക്ക് സമ്മർദ്ദമേറുന്നുണ്ടെങ്കിലും പ്രതിരോധിക്കാൻ പാർട്ടി ഉറപ്പായും ശ്രമിക്കുമല്ലോ. അതിനെ പ്രതിരോധമെന്ന് പറയണോ ന്യായീകരണം എന്ന് പറയണോ? കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതിരോധങ്ങൾ പോലും ആ രീതിയിൽ തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഉയർന്ന ആരോപണങ്ങൾ എന്നതല്ല, ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികൾ 3-4 അന്വേഷണ ഏജൻസികൾ ഒരേ സമയം പറയുകയാണ് ഇങ്ങനെയൊരു ഈ പറയുന്ന CMRL എക്സാലോജിക് ഇടപാടിൽ അവിടെ ഒരു അനധികൃതമായ നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുണ്ട്, അതിന് തെളിവുകളുണ്ട്. ഈ പറയുന്ന രീതിയിൽ നമ്മൾ മാസപ്പടി എന്ന് വിളിക്കുന്ന രീതിയിലുള്ള പണം വീണ തൈക്കണ്ടിയിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഈ 3 അന്വേഷണ ഏജൻസികളും പറയുമ്പോൾ കുറ്റകൃത്യം കൃത്യമായി തെളിഞ്ഞു എന്നുള്ള അവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിനൊരു ചാർജ് ഷീറ്റ് നൽകുകയും അതിൽ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കുകയും ചെയ്യുമ്പോഴും ഇപ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയുന്നത് ഇതിൽ സർക്കാർ നേരിട്ട് ഒരു സഹായവും ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം ഈ പറയുന്ന മാസപ്പടി കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള കമ്പനികൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ തെറ്റൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് എന്നതടക്കമുള്ള ചില സ്ഥിരം നമ്പറുകൾ അല്ലെങ്കിൽ സ്ഥിരം രീതിയിലുള്ള പ്രതിരോധങ്ങൾ മാത്രമാണ് ഒരുക്കുന്നത്. അതിൽ അപ്പുറത്തേക്ക് ശക്തമായ ഒരു പ്രതിരോധം CPM ഒരുക്കുന്നതായി നമുക്ക് ഈ
ഘട്ടത്തിലും കാണാൻ കഴിയുന്നില്ല. അത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് CPM മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും പാർട്ടി എത്രത്തോളം ശക്തമായി മുഖ്യമന്ത്രിയെ പൊതുവിടങ്ങളിൽ പ്രതിരോധിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയാൻ. കാരണം സാധാരണഗതിയിൽ ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ CPMന്റെ വിശദീകരണ യോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. CPM ഒറ്റക്കെട്ടായി ഒരു വിഷയത്തിൽ ഒരാളെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി CPM പ്രാദേശിക തലങ്ങളിലടക്കം വിശദീകരണ യോഗങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യുവജന സംഘടനകളടക്കം മുഖ്യമന്ത്രിക്ക് പ്രതിരോധമൊരുക്കി പൊതുനിരത്തിൽ ഇറങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ CPMന്റെ ഒരു സാധാരണ ശൈലിയാണ് അല്ലെങ്കിൽ സാധാരണ രീതിയാണ്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് CPM പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് പറയാൻ കഴിയും CPM ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ അത് അത്തരം ശക്തമായി പൊതുമണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രതിരോധം ഒരുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ലെങ്കിൽ കൃത്യമായി നമുക്ക് വരും ദിവസങ്ങളിൽ വിലയിരുത്തി പറയാൻ കഴിയും മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുന്ന പഴയ CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് സമ്മർദ്ദമേറുന്നു. അഴിമതിക്ക് പ്രതിരോധം ഒരുക്കുന്നതിൽ CPMലെ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയാണ്. അത് പാർട്ടി കോൺഗ്രസിലടക്കം ഉറക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.